My topic is Environmental Science Concept and Approachesലെ ഡിഫറെൻറ്റ് ഇൻവേഷൻ സക്സസ് ഹൈപ്പോത്തസിസിനെ കുറിച്ചാണ് പറയുന്നത്. അതിൽ വരുന്നതാണ് നാച്ചുറൽ എനിമി ഹൈപ്പോത്തസിസ്, എവല്യൂഷൻ ഓഫ് ഇൻവാസീവ്നെസ് ഹൈപ്പോത്തസിസ്, എംപ്റ്റി നിഷ് ഹൈപ്പോത്തസിസ്, നോവൽ വെപ്പൺ ഹൈപ്പോത്തസിസ്, ഡിസ്റ്റർബൻസ് ഹൈപ്പോത്തസിസ് ആൻഡ് പ്രൊപ്പഗ്യൂൾ പ്രഷർ ഹൈപ്പോത്തസിസ്. ആദ്യം തന്നെ ഇൻവാസീവ് സ്പീഷീസ് എന്താണെന്ന് നോക്കാം. An invasive species can be any kind of living organism, an amphibian, plant, insect, fish, fungus, bacteria, or even an organism, seeds or egg that is not native to an ecosystem and cause harm. They can harm the environment, the economy, or even human health. Species that grow and reproduce quickly and spread aggressively with the potential to cause harm are given the label invasive. അതായത് നമ്മുടെ പ്ലേസിൽ നിന്നല്ലാണ്ട് പുറമേ നിന്നുള്ളൊരു പ്ലേസിൽ നിന്ന് ഏതൊരു ഓർഗാനിസം വന്നാലും അതിനെ ഇൻവാസീവ് സ്പീഷീസ് എന്നാണ് പറയുക. അത് നമ്മുടെ എക്കോസിസ്റ്റത്തിന് ഹാംഫുള്ളായിട്ടുള്ള എഫക്റ്റ് തരും. അതാണ് ഇൻവാസീവ് സ്പീഷീസ്. അത് ആംഫീബിയൻസ് ആവാം, പ്ലാന്റ്സ്, ഇൻസെക്ട്സ്, ഫിഷസ്, ഫംഗസ്, ബാക്ടീരിയ, ഇതിലേതും ആവാം, ഒരു ഈവൻ സീഡ് ഓർ എഗ്സ് വരെ ആകാമെന്നാണ് പറയണത്. ബയോളജിക്കൽ ഇൻവേഷൻ എന്ന് വെച്ചാൽ biological invasions are characterized by remarkably spatio-temporal dynamics, with many species having extended their distribution ranges from within a single region to cover very large areas on several continents within last century. Biological invasions exert multiple pervasive effects on ecosystems, potentially disrupting species interactions and global ecological process. സ്പീഷീസ് ഇൻട്രാക്ഷനെയും ഗ്ലോബൽ എക്കോളജിക്കൽ പ്രോസസ്സിനെയൊക്കെ ഡിസ്ട്രപ്റ്റ് ചെയ്യാനായിട്ട് ബയോളജിക്കൽ ഇൻവാഷൻസിനെ കൊണ്ട് സാധിക്കും. അവർ എബിലിറ്റി ടു സക്സസ്ഫുള്ളി പ്രെഡിക്റ്റ് ആൻഡ് മാനേജ് എക്കോസിസ്റ്റം ലെവൽ ഇമ്പാക്ട്സ് ഓഫ് ബയോളജിക്കൽ ഇൻവാഷൻസ് ഈസ് സ്ട്രോങ്ലി ഡിപ്പെൻഡൻറ്റ് ഇൻ അവർ കപ്പാസിറ്റി ടു എംപെരിക്കലി ക്യാരക്ടറൈസ് കോംപ്ലക്സ് ബയോളജിക്കൽ ഇൻട്രാക്ഷൻസ് ആൻഡ് ദെയർ സ്പേഷ്യോ ടെമ്പറൽ ഡൈനാമിക്സ്. നെക്സ്റ്റ് എൻ്റെ മെക്കാനിക്സാണ് പറയണേ. ഇതൊക്കെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് കേട്ടോ. മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത് ഹൈപ്പോത്തസിസ് ആണ്. അതിൽ ഫസ്റ്റ് വൺ ഈസ് നാച്ചുറൽ എനിമി ഹൈപ്പോത്തസിസ്. നാച്ചുറൽ എനിമി ഹൈപ്പോത്തസിസ് എന്താണെന്ന് വെച്ചാൽ അതിൽ പുറമേ നിന്ന് വരണ, അതായത് ഇൻവാസീവ് സ്പീഷീസ്, അവരായിരിക്കും ഡോമിനൻ്റ് ആയിട്ട് നിൽക്കുക. അതായത് ഡോമിനൻസ് ഓഫ് എക്സോട്ടിക് ഇൻവാസീവ് സ്പീഷീസ്. അവർ അവരുടെ സ്ഥലത്തിനേക്കാളും കുറവായിരിക്കും അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലേസിലത്തെ എനിമീസിൻ്റെ പോപ്പുലേഷൻ എന്ന് പറയണത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഫ്ലറിഷിലി അവരുടെ പോപ്പുലേഷൻ കൂട്ടാനായിട്ട് സാധിക്കും. ഇതാണ് നാച്ചുറൽ എനിമി ഹൈപ്പോത്തസിസിൽ പറയണത്. അത് നമുക്ക് നോക്കാം. ഇൻവാസീവ് സ്പീഷീസ് എൻകൗണ്ടർ ഫ്യൂവർ നാച്ചുറൽ എനിമീസ് ഇൻ ഏരിയാസ് ദ ഇൻവാഡ് കമ്പയർഡ് ടു ദെയർ നേറ്റീവ് ഏരിയാസ്. ദ enemy release hypothesis is among the most widely proposed explanation for dominance of exotic invasive species. In its native range, a species has co-evolved with a pathogen, parasite, and predators that limits its population. When it arrives in a new territory, it leaves these old enemies behind, while those in its introduced range are less effective at constraining them. The result in sometimes rampant growth that threat native species and ecosystems. ഇതുവഴി നാറ്റീവ് സ്പീഷീസിനും എക്കോസിസ്റ്റത്തിനും ത്രെറ്റ് ഉണ്ടാവാനായിട്ട് കാരണമാവുന്നുണ്ട്. ഈ ഒരു ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് ടു സപ്പോർട്ട് ദ ഡോമിനൻസ് ഓഫ് ഇൻവാസീവ് സ്പീഷീസ്. ഇതിൽ പ്ലാന്റ്സും എനിമൽസും ഒക്കർ ചെയ്യുന്നുണ്ട്. പ്ലാന്റ്സ്, നാറ്റീവ് സ്പീഷീസ്, അതായത് പാത്തോജൻസ് ആൻഡ് പാസീവ്സ് ആർ co-evolved and interact in growth in one place. From native to new habitat leave from enemy, so they can highly flourish. Next hypothesis is evolution of invasiveness hypothesis. ഇത് നെറ്റിൽ സെർച്ച് ചെയ്തപ്പോൾ ഇതിന് കറക്റ്റായിട്ടൊരു ഡെഫിനീഷൻ കിട്ടിയില്ല. അതിന് പകരമായിട്ട് ധാരാളം പേപ്പർ വർക്ക്സ് ആണ് ഈ ഹൈപ്പോത്തസിസിന് പിന്നിലുള്ളത്. അപ്പോൾ കുറേ പേപ്പർ വർക്ക്സിലായിരിക്കും ഇതിൽ പോയിൻറ്റ്സൊക്കെ എടുക്കുക. അപ്പോൾ ഇത് നോക്കുമ്പോൾ തന്നെ ധാരാളം പേപ്പർ വർക്ക്സും കൂടി റെഫർ ചെയ്യണം കേട്ടോ. ഇതിൽ പറയണത് എവല്യൂഷൻ ഓഫ് ഇൻക്രീസ്ഡ് കോമ്പറ്റേറ്റീവ് എബിലിറ്റി ഹൈപ്പോത്തസിസ് എന്നാണ് ഇതിനെ പറയണത്. ഇറ്റ് വാസ് പ്രപ്പോസ്ഡ് ബൈ ബേൺഡ് ബ്രോസ്ലി ആൻഡ് റോൾഫ് നോട്ട്സാർട്സ് ഇൻ 1995 as a way to explain the successive of invasive non-indigenous species. There is
usually a lag period between the time of introduction of an invasive species and the point at which it is considered invasive, and invasive plants seem to more virulent in habitat into which they have been introduced. The scientists pursued a sort of naturalization through modification for non-indigenous species. Because of a lack of native predation, the scientists reasoned introduced plants are able to reallocate resources from defense mechanism into growth and development. Introduced plants can thereby evolve to grow taller, produce more biomass, and yield more viable offsprings than their native counterparts according to their hypothesis. ഈ എല്ലാ ഹൈപ്പോത്തസിസിലും പറയണത് ഇൻവാസീവ് സ്പീഷീസിൻ്റെ പോപ്പുലേഷൻ ഇൻക്രീസ് ആവുന്നതും അത് ഡോമിനൻ്റ് ആയി നിൽക്കാനുള്ള കാരണങ്ങളെ കുറിച്ചാണ് പറയണത്. ഇപ്പോൾ എവല്യൂഷൻ ഓഫ് ഇൻവാസീവ്നെസ് ഹൈപ്പോത്തസിസിൽ പറയണതും ഈ കാര്യം തന്നെയാണ്. അതുവഴി ഇത് ഒരു ഫ്ലറിഷ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാറ്റീവ് പ്രിഡേഷൻസിൻ്റെ ലാക്ക് കാരണമാണ് മെയിനായിട്ടും ഇവർ ഫ്ലറിഷ് ചെയ്യാനുള്ള കാരണം. അതുമാത്രമല്ല ഇതുവഴി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാന്റ്സിന് ദാറ്റ് ഇവോൾവ് ടു ഗ്രോ ടോളർ ആൻഡ് പ്രൊഡ്യൂസ് മോർ ബയോമാസ് ആൻഡ് yield മോർ വയബിൾ ഓഫ് സ്പ്രിങ്സ് ദാൻ ദർ നാറ്റീവ്. എൻ്റെ എക്സാമ്പിളാണ് താഴെ പറയുന്നത്, അത് ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതി. ഇതിലെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവല്യൂഷൻ ഓഫ് ഇൻക്രീസ്ഡ് കോമ്പറ്റേറ്റീവ് എബിലിറ്റി, അതായത് കോമ്പറ്റേറ്റീവ് എബിലിറ്റി എവല്യൂഷൻ വഴി ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കും ഈ ഇൻവാസീവ് സ്പീഷീസിന്. പിന്നെ സപ്പോർട്ടീവ് ബട്ട് സ്കോപ്പ് നാരോ, ഏലിയൻ സ്പീഷീസ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് എനിമൽസ് ഇൻട്രൊഡ്യൂസ്ഡ് ന്യൂ പ്ലേസ് ടേക്ക് എ ടൈം ടു ഫ്ലറിഷ് ബിക്കോസ് നോ എനിമി. അതായത് ഏലിയൻ സ്പീഷീസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇൻവാസീവ് പ്ലാന്റ്സ് ഓർ എനിമൽസിനെയാണ്. അത് ഒരു പ്ലേസിൽ നിന്ന് പുതിയൊരു പ്ലേസിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവർ എനിമീസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവരുടെ നമ്പേഴ്സ് ഫ്ലറിഷ് ചെയ്യുന്ന പറയണത്. നെക്സ്റ്റ് എംപ്റ്റി നിഷ്. എംപ്റ്റി നിഷിനെ വാക്കൻറ്റ് നിഷ് ഹൈപ്പോത്തസിസ് എന്നും പറയും. ദ ഇഷ്യൂ ഓഫ് what exactly define a vacant niche, also known as empty niche, and whether they exist in ecosystem is controversial. The subject is intimately tied into much broader debate on whether ecosystem can reach equilibrium where they could theoretically become maximally saturated with a species. Echo space or role that a species fills in echo absence of such a species. Vacant niche when introduced into their benefit due to decreased competition behavior. Invader successful when occupying niche space amused by the resident community. Successful invasion require the invader to occupy different niche space than the resident space. Invaded species that are highly novel are predicted to be more successful because they use untapped resource pools. Invader successful when occupying the niche space unused by the resident community. Successful invasion required the invader to occupy different niche space than the resident space. Invading species are highly novel. They are predicted to be more successful because of untapped resource pools. Less functionally diverse communities are considered to be more easily invited because invaders are more likely to possess traits not already found in present community. Next one is novel weapon hypothesis. The novel weapon hypothesis proposed that some invasive plant species gain advantages over native plants by possessing the novel allelopathic defense or antimicrobial chemicals. അതായത് ഇൻവാസീവ് ആയിട്ടുള്ള പ്ലാന്റ്സിന് നമ്മുടെ നേറ്റീവ് പ്ലാന്റ്സിനേക്കാളും കൂടുതൽ അഡ്വാൻറ്റേജസ് ഉണ്ടായിരിക്കും. അതായത് എലിയോപ്പതിക്കിലാണെങ്കിലും ഡിഫെൻസീവിലാണെങ്കിലും ഓർ ആൻറ്റിമൈക്രോബിയൽ കെമിക്കൽസിലാണെങ്കിലും. ഓർ ഇൻവാസീവ് പ്ലാന്റ്സ് പൊസസ് ക്യാരക്ടറിസ്റ്റിക് ഫോറിൻ ടു നാറ്റീവ് പ്ലാന്റ്സ്. എക്സാമ്പിൾ വരുന്നത് റിലീസ് ടോക്സിക് കെമിക്കൽ ഇൻ ടു സോയിൽ, ടോക്സിൻസ് ഇൻ ലീവ്സ് മേക്ക് ഇറ്റ് ഇൻഎഡിബിൾ, defensive spines or hairs. The native species cannot defend against this novel weapon. അതിനൊരു എക്സാമ്പിൾ ആയി പറയുന്നത് ഗാർലിക് മസ്റ്റാർഡിൻ്റെ കാര്യമാണ്. ഗാർലിക് മസ്റ്റാർഡ് brought to the United States in early 1960s. It is originally found in European countries. The Europe garlic mustard does not cause any harm. The other plants in Europe evolved alongside garlic mustard and have evolved
resistance over time to the toxic chemicals it releases. മനസ്സിലായോ? However, once garlic mustard was introduced into US, it was surrounded by plants that had never been exposed to these toxic chemicals. As a result, they had no defenses to garlic mustard novel weapons. Because of garlic mustard is able to decimate native wildflower populations and become dominant species. Next, disturbance hypothesis. What is disturbance hypothesis? Disturbance എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ടെമ്പററി ചേഞ്ച് ഇൻ ആവറേജ് എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസ് ദാറ്റ് കോസസ് പ്രൊണൗൺസ് ചേഞ്ച് ഓഫ് എക്കോസിസ്റ്റംസ്. അതായത് എക്കോസിസ്റ്റത്തിലെ പ്രൊണൗൺ ചേഞ്ച് വഴി എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസിൻ്റെ ഒരു ആവറേജ് ടെമ്പററി ചേഞ്ചസിനെയാണ് ഡിസ്റ്റർബൻസ് എന്ന് പറയുന്നത്. ഡിസ്റ്റർബൻസ് ഓഫൺ ആക്ട് ക്വിക്ക്ലി ആൻഡ് വിത്ത് ഗ്രേറ്റ് എഫക്റ്റ്, സംടൈംസ് റിസൾട്ടിങ് ഇൻ റിമൂവൽ ഓഫ് ലാർജ് എമൗണ്ട് ഓഫ് ബയോമാസ്. ഇത് ഭയങ്കര ക്വിക്ക്ലി ആയിട്ട് നടക്കും. ഇതുവഴി ലാർജ് എമൗണ്ട് ഓഫ് ബയോമാസ് ഒക്കെ റിമൂവ് ആയിട്ട് പോകാനൊക്കെ സാധ്യതയുണ്ട്. ഈ ഡിസ്റ്റർബൻസ് ഹൈപ്പോത്തസിസ് പറയുന്നത് വളരെ റയറാണ്, ഫ്രീക്വൻ്റ് ആണ്, ഗുഡ് ഫ്ലറിഷ് ആണ്. ഈ ഡിസ്റ്റർബൻസ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് പല ലെവലായിട്ടുണ്ട് തിരിച്ചിട്ടുണ്ട്. ലോ ലെവലുണ്ട്, ഹൈ ലെവലുണ്ട്, ഇൻ്റർമീഡിയറ്റ് ലെവലുണ്ട്. ഫസ്റ്റ്, ഇൻ്റർമീഡിയറ്റ് ലെവൽ ഹൈപ്പോത്തസിസ് or IDH suggests that low species diversity is maximized when ecological disturbance is neither too rare nor too frequent. At low level disturbance, more competitive organisms will push subordinate species to extinction and dominate the ecosystem. At high level disturbance, due to frequent forest fires or human impact like deforestation, all species are at risk of going extinct. According to IDH theory, at intermediate level of disturbance, diversity is thus maximized because species that thrive at both early and late successional stage can coexist. IDH, അതായത് Intermediate Disturbance Hypothesis, is a non-equilibrium model used to describe the relationship between disturbance and species diversity. അതിൽ കുറച്ച് പെർമിസസ് വരുന്നുണ്ട്. ഫസ്റ്റ് വൺ ഈസ് ecological disturbance have major effect on species richness within an area of disturbance. Second, interspecific competition results from one species driving a competitor to extinction and becoming dominant in ecosystem. Third, moderate ecological scale disturbance prevent interspecific competition. ഇതിലൊരു ഗ്രാഫ് കാണിച്ചിട്ടുണ്ട്. അതിൽ എക്സ് ആക്സിസിലെ ഡിസ്റ്റർബൻസും വൈ ആക്സിസിലെ സ്പീഷ്യസ് ഡൈവേഴ്സിറ്റിയാണ് കാണിച്ചേക്കുന്നത്. അപ്പോൾ ലോ ടു ഹൈ സ്പീഷ്യസ് ഡൈവേഴ്സിറ്റി ആയി വരുന്നത് ഹൈ ലെവൽ ഡിസ്റ്റർബൻസിലാണ്. ഏറ്റവും കൂടുതൽ സ്പീഷ്യസ് ഡൈവേഴ്സിറ്റി കാണിക്കുന്നത് ഇൻ്റർമീഡിയറ്റ് ലെവൽ ഡിസ്റ്റർബൻസിലാണ്. ലോ ലെവൽ ഓഫ് ഡിസ്റ്റർബൻസ് അലോ കോമ്പറ്റീഷൻ ടു റെഡ്യൂസ് ഡൈവേഴ്സിറ്റി. ഹൈ ലെവൽ ഡിസ്റ്റർബൻസ് പറയുന്നത് ഓൺലി ഗുഡ് കോളനീസ് വിൽ സർവൈവ് ഗിവിംഗ് റൈസ് ടു ലോ ഡൈവേഴ്സിറ്റി. ലോ ലെവൽ ഡിസ്റ്റർബൻസ് പറയുന്നത് കോമ്പറ്റീറ്റീവ്ലി ഡോമിനൻറ്റ് സ്പീഷ്യസ് വിൽ ഔട്ട് കോമ്പീറ്റ് ഓൾ അതർ സ്പീഷ്യസ് ആൻഡ് ഓൺലി എ ഫ്യൂ കേസ് സെലക്റ്റഡ് സ്പീഷ്യസ് വിൽ പെർസിസ്റ്റ് yielding low diversity. അതിൻ്റെ ഗ്രാഫാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് ഈസ് പ്രൊപ്പഗ്യൂൾ പ്രഷർ ഹൈപ്പോത്തസിസ്. Propagular pressure is a composite measure of introduction effort consisting of the number of individuals introduced per introduction event and the frequency of introduction event. അതായത് പ്രൊപ്പഗ്യൂൾ സൈസും പ്രൊപ്പഗ്യൂൾ ഫ്രീക്വൻസി ഓർ നമ്പറൊക്കെയാണ് ഇതിൽ കൺസിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഹൈപ്പോത്തസിസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ പ്രൊപ്പഗ്യൂൾ പ്രഷർ ഹൈപ്പോത്തസിസ് posit that a high propagular pressure is a cause of invasion success. In other words, non-native species with a high propagular pressure have a high invasion success than non-native species with low propagular pressure. On the basis of systemic review, we identified 92 relevant empirical studies testing the propagular pressure hypothesis. These studies have addressed different aspects, that is, sub-hypothesis of the overall hypothesis. Independently of the specific aspects considered by each study, the propagular pressure hypothesis is largely supported by currently available evidence. About 80% of the 92 studies reported supporting evidence.
Similarly, the propagule pressure hypothesis is empirically supported across major taxonomical groups, habitat, and methodological approaches. The hypothesis is among the most influential one in the field and represents the recognition that in order to understand biological invasion, one must consider human and their action as a key underlying drivers. താങ്ക് യു. അപ്പോൾ ഇത്രയും പറഞ്ഞതിൽ പലതരത്തിലുള്ള ഹൈപ്പോത്തസിസ് ഒക്കെ പറഞ്ഞു. അതിനൊക്കെ ഒരു കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ ഇതൊക്കെ ഇൻവാസീവ് സ്പീഷീസിൻ്റെ ഡോമിനൻസിനെ കാണിക്കുന്ന ഹൈപ്പോത്തസിസുകളാണ്. അപ്പോൾ ഇത് 2 വെയിറ്റേജിനൊക്കെ ചോദിക്കാം. അപ്പോൾ അതനുസരിച്ച് പോയിൻ്റ് ആക്കിയിട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുക. താങ്ക് യു.